Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSCയുടെ ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഒരുപാട് കുട്ടികൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേരള ബാങ്ക് ക്ലർക്ക് കം കാഷ്യർ പോസ്റ്റിലോട്ടാണ് കേരള PSC ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. സോ ആ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ച് ദിവസമായി. സോ ആ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചാണ് കോച്ചിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, പ്രിപ്പറേഷൻസ് ഞങ്ങൾ എപ്പോൾ തുടങ്ങണം, ദെൻ ഒരു നല്ല സ്റ്റഡി പ്ലാൻ തരുമോ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളിലോട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. സോ നമ്മൾ നിർബന്ധമായും ഇതിന് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഇതൊക്കെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇതാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ള ജനറൽ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് കാറ്റഗറി നമ്പർ 063/2024 പാർട്ട് 1 ജനറൽ കാറ്റഗറി. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ only by one-time registration from qualified candidates for appointment to the under-mentioned post in Kerala State Cooperative Bank Limited. Candidates who have already registered can apply through their profile. അപ്പോൾ കേരള ബാങ്ക് ആണ് വിളിച്ചിട്ടുള്ള. ക്ലർക്ക് കം കാഷ്യർ ആണ്. സ്കെയിൽ ഓഫ് പേ 20,290 to 54,720 ആണ്. 115 വേക്കൻസീസ് ഉണ്ട് ഇപ്പോഴുള്ളതാണ് കേട്ടോ. ഇത് നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഇത് കൂടും. നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഉള്ളതാണ് 115, ഇത് കൂടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനി അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 18 to 40 ഏജിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ആ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിലോട്ട് പോവാം. എപ്പോഴും കുട്ടികൾ ചോദിക്കുന്നതാണ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും? BCom ഫിനാൻസ് കഴിഞ്ഞവർക്ക് പറ്റുമോ? ഇല്ല, കോപ്പറേഷൻ പഠിച്ചിരിക്കണം. ഏത് ക്വാളിഫിക്കേഷൻ ആണെങ്കിലും അതിൽ കോപ്പറേഷൻ പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ BCom കോപ്പറേഷൻ കഴിഞ്ഞവർക്ക് പറ്റും. കണ്ടോ, ഡിഗ്രി ഇൻ കോമേഴ്സ് ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ ആർട്സ് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് കോപ്പറേഷൻ ആസ് സ്പെഷ്യൽ സബ്ജക്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി പഠിക്കാം, ബട്ട് അതിൻ്റെ കൂടെ HDCയോ ഈ പറയുന്ന കോപ്പറേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. BSc കോപ്പറേഷൻ. ഓക്കെ, അപ്പോൾ കോപ്പറേഷൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അത് പഠിച്ച കുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കാം. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, ആ കാര്യങ്ങളൊക്കെയാണ് പിന്നെ പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ഫോർ റിസീപ്റ്റ് ഓഫ് ആപ്ലിക്കേഷൻ 15/5/2024 ആണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ടൈമിലോട്ട് നിങ്ങൾ വെക്കരുത്. ഇനി ഇതിൻ്റെ കൂടെ മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് കടക്കാം. കുട്ടികൾ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടി, നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ എപ്പോൾ കോച്ചിങ് ആരംഭിക്കും? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം എപ്പോഴും കേരള PSCയുടെ ഒരു പോസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആദ്യം വരുന്നൊരു ചോദ്യമാണ്, എപ്പോഴാണ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക? അപ്പോൾ ഞാൻ ഇതിനേക്കാൾ മുമ്പ് തന്നെ പലപ്പോഴും പല വീഡിയോസിൽ പറയാറുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും നോട്ടിഫിക്കേഷൻ വന്ന് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താം, ബട്ട് ഒരു കോച്ചിങ്ങിലോട്ട് ചാടി പോകരുത്. കാരണം ഇതിനേക്കാൾ മുമ്പ് തന്നെ പല കുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ റിസർച്ച് അസിസ്റ്റൻ്റ് ഇതൊക്കെ വിളിച്ച സമയത്ത് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഞങ്ങൾ കോച്ചിങ് ആരംഭിക്കുകയാണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഇത്രയാണ് എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കാര്യങ്ങളൊക്കെ വരും. അവർക്ക് കുട്ടികളെ വേണം, അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. എഞ്ചിനീയറിംഗ് ഞാനടക്കമുള്ള സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ബട്ട് അവിടെ സംഭവിക്കുന്നൊരു കാര്യം, എപ്പോഴും സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം നിങ്ങൾ പഠിക്കുക. സിലബസ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ സിലബസ് എന്ന് പറയുന്നത് എപ്പോഴും മാറി മാറി വരുന്നുണ്ട്. ഇപ്പോൾ റിസർച്ച് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ പലരും അപ്പോൾ തന്നെ പ്രീവിയസ് സിലബസ് വെച്ചിട്ട് അവിടെ കോച്ചിങ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഈ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പോർഷൻസ് എടുത്തു, അപ്ലോഡ് ചെയ്തു, കുട്ടികളത് പഠിച്ചു തുടങ്ങി. സിലബസ് വന്നപ്പോൾ, യഥാർത്ഥ സിലബസ് വന്നപ്പോൾ എന്താണ്ടായേ? ഓൾറെഡി അവർക്ക് എടുത്തു കൊടുത്ത പലതും അവിടെ ഇല്ല.
സമയവും മറ്റ് എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് പഠിക്കാൻ കാര്യങ്ങളൊക്കെ ശരിയാണ്. ബട്ട് ആക്ച്വൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനിലോട്ട് പോകുമ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിക്കുക. വേറെ ഒരു കാര്യങ്ങളും നിങ്ങൾ പഠിക്കരുത്. ആ ഒരു എക്സാമിലോട്ട് പോകുമ്പോൾ വേറെ ടോപ്പിക്കുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്, വേറെ എക്സാമിലേക്കൊക്കെ ഉപകരിക്കാം. ബട്ട് നിങ്ങൾ ഒരു എക്സാമിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ആ സിലബസിലത്തെ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വിട്ടിട്ട് ഒരു ചോദ്യം ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യം എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും ആരെങ്കിലുമൊക്കെ കേസ് കൊടുത്തിട്ട്. അതാണ് എപ്പോഴും സംഭവിക്കുക. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം പഠനം ആരംഭിക്കുക. അപ്പൊ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി തുടങ്ങാം. ഇപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ സിലബസ് പ്രീവിയസ് സിലബസോ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് ആവുമ്പോൾ ഏകദേശം വരാൻ സാധ്യതയുള്ള ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് എടുത്ത് നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്താം. ബട്ട് എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൈസ കൊടുത്ത് നിങ്ങൾ പഠനം ആരംഭിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിലബസ് വന്നിട്ട് ജോയിൻ ചെയ്യാം. കാര്യം എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ വന്നു, ഞങ്ങൾ ആരംഭിക്കുകയാണ് പ്രീവിയസ് സിലബസ് വെച്ചിട്ട്. ഇതിന് അവർ പറയും സിലബസ് വരുമ്പോൾ അതിലുള്ള മാറ്റം അനുസരിച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യും. മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ മാറ്റമാണ്. PSC ഇപ്പോഴും പഴയ സിലബസ് അതുപോലെ തന്നെ ഇടുന്നില്ല, ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അതുവരെ കുട്ടികളെ അപ്പം തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിസിനസ്സാണ് അവർ ചെയ്യുള്ളൂ. അപ്പോൾ അതുവരെയുള്ള നിങ്ങളുടെ ടൈം അവിടെ വേസ്റ്റ് ആവണം. ദെൻ ശരിക്കും സിലബസ് വന്നിട്ടായിരിക്കും അവരുടെ പണി തുടങ്ങാം. അപ്പോൾ നിങ്ങൾ സിലബസ് വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കയ്യിൽ നിന്ന് പോവോ എന്ന് വിചാരിച്ച് പേടിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾ ഏകദേശം വരാനുള്ള ടോപ്പിക്കൊക്കെ എടുത്ത് നിങ്ങൾ സെൽഫ് സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടച്ച് അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടി തുടങ്ങി. ദെൻ നിങ്ങൾക്കൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യണമെങ്കിൽ സിലബസ് വരുമ്പോഴായിരിക്കും മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ട്സും കറക്റ്റായിട്ടുള്ള പാത്ത്. അതുവരെ ഏകദേശം ഒരു റഫ് ഐഡിയ വെച്ചിട്ടായിരിക്കും. അതിലൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പോർഷൻസ് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേസ്റ്റായി. അപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം ഇനി വരുന്ന ഏത് പോസ്റ്റിലോട്ടും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, സിലബസ് ആണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ഓറിയൻറ്റഡ് ആയിട്ട് മാത്രം നിങ്ങൾ നിങ്ങളുടെ പഠനം ആരംഭിക്കുക, അല്ലെങ്കിൽ പഠനം ആരംഭിക്കാം, കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. അല്ലാണ്ട് വെറുതെ പൈസ കൊണ്ട് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, ഏത് സ്ഥാപനമാണെങ്കിലും. ഓക്കെ, അപ്പോൾ ഞാനത് വീണ്ടും വീണ്ടും പറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സിലബസ് വന്നാൽ മാത്രമേ കോച്ചിങ് ആരംഭിക്കുള്ളൂ. ദെൻ നമുക്കൊരു ടൈം കിട്ടും അവിടെ, 3 മാസമോ 4 മാസമോ, ഇറ്റ്സ് ഇനഫ്. അങ്ങനത്തെ ഒരു പോസ്റ്റാണത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ സെൽഫ് സ്റ്റഡി നടത്താം, ജോയിൻ ചെയ്യുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ സ്ഥാപനമാണെങ്കിലും വേറെ ഏത് സ്ഥാപനമാണെങ്കിലും എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. കാരണം ഇതിനേക്കാൾ മുമ്പ് പല കുട്ടികളും അങ്ങനെ പോയിട്ട് അയ്യോ സിലബസ് വന്നപ്പോൾ ഉണ്ടായിരുന്നൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയി, എൻ്റെ ടൈം പോയി, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ഓക്കെ, ദെൻ നമ്പർ ഓഫ് വേക്കൻസീസ് ഒരുപാടുണ്ട്, നിങ്ങൾ നന്നായി ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, കോപ്പറേഷൻ്റെ ഏരിയാസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കോപ്പറേഷൻ പഠിച്ചുള്ള കുട്ടികൾക്ക് അതൊക്കെ എടുത്ത് നോക്കാം. എന്തായാലും PSC ഇപ്പോൾ സിലബസ് അപ്ഡേറ്റ് ചെയ്തിട്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുള്ള ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ള. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കോച്ചിങ് സിലബസ് വന്നതിന് ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ദെൻ ആ സിലബസിൻ്റെ ബേസിൽ സ്റ്റഡി പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി ആരംഭിക്കാം. അത് നിങ്ങൾ ഓൾറെഡി ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങൾ പതുക്കെ തുടങ്ങിയോ. സിലബസ് വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഓർഡറിൽ ഓരോ മൊഡ്യൂളിനും എത്രത്തോളം ടൈം മാറ്റി വയ്ക്കണം, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ദെൻ ആ ഒരു സമയത്ത് നമ്മുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാം. നമ്മൾ സിലബസ് വന്നാലാണ് കോച്ചിങ് ആരംഭിക്കുക. കറക്റ്റ് ഒരു 3 മാസത്തേക്കോ 4 മാസത്തേക്കോ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ കൊടുക്കും, വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡ് ഇടും, ആക്സസ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫീസിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് പറയും കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയാൻ കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇതിനേക്കാൾ മുമ്പുള്ള പല പോസ്റ്റുകൾക്കും ജോയിൻ ചെയ്തിട്ട് അവരുടെ ടൈം വേസ്റ്റ് ചെയ്തു മറ്റ് സ്ഥാപനങ്ങൾക്കൊക്കെ പോയിട്ട്. ഇപ്പം ഞാൻ ഇതിനേക്കാൾ മുമ്പ് തന്നെ പറയാറുണ്ട്, നമ്മൾ ആ പരിപാടി ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്ത് പറയാൻ കാരണം കേട്ടോ. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.